ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ബട്ടർ പുഡിങ്ങാണ് കേട്ടോ. നമ്മൾ വായിലിട്ട അലിഞ്ഞു പോകുന്നെന്നെല്ലാം പറയുന്നില്ല, അതേ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെ ഉള്ളൊരു പുഡിങ്ങാണ്. നമ്മുടെ പുഡിങ്ങിൻ്റെ രാജാവ് എന്നെല്ലാം അറിയപ്പെടുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. ഈ ഒരു ബട്ടർ പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ പാർട്ടികളിലൊക്കെ സ്റ്റാറാവാൻ പറ്റിയൊരു നല്ല പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. അതുപോലെ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ പുഡിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ബട്ടറിൻ്റെ കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കാണ്ട് 2 കപ്പ് അളവിന് ഒരു 100 ഗ്രാം ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ഈ കണ്ടൻസ് മിൽക്കും അതുപോലെ പഞ്ചസാരയും മിക്സ് ആയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടൻസ് മിൽക്ക് എന്തായാലും എടുക്കുക, എന്നാലേ നമ്മൾ പുഡിങ്ങിനൊരു റിച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 5 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് ഞാൻ മുന്നേ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് അളവ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് മതി. അപ്പോൾ നമ്മൾ പുഡിങ് ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, അപ്പോൾ ഒരു 5 ഗ്രാം അളവിൽ തന്നെ എടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ചേർത്ത് അതിൽ നമ്മൾ പാല് മെൽട്ടാകുന്ന ടൈം തന്നെ ഈ ചൈന ഗ്രാസും കൂടി മെൽട്ടായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡറും കൂടി വേണം. അതൊരു കുറച്ച് പാലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്തിട്ടുണ്ടാവും. അത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതും കൂടി നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച പാടെ തന്നെ ഈ ഒരു പുഡിങ് നല്ലോണം കട്ടിയായി വരാൻ തുടങ്ങും. അപ്പോൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു ടൈമിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും. അതുകൊണ്ട് കൈവിടാണ്ട് പെട്ടെന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2 പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട്, അത്യാവശ്യം വലിയ ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള 2 പീസ്. അപ്പോൾ നിങ്ങൾ ചെറിയ പീസ് ബ്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 പീസൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടോടെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തെറിച്ചിട്ട് നമ്മുടെ മേലിലായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ നിങ്ങളേത് ട്രേയിലാണോ സെറ്റാക്കുന്നത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പുഡിങ് ഒരു 2 മണിക്കൂർ തന്നെ കൊണ്ട് തന്നെ നല്ലോണം സെറ്റായി കിട്ടുന്ന ഒരു പുഡിങ്ങാണ്. പെട്ടെന്ന് സെറ്റാവും. എന്നാലും ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഏതൊരു പുഡിങ് നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. കുറച്ച് കൂടുതൽ ടൈം വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ആൽമണ്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്.
കുറച്ച് പുഡിങ്ങിൻ്റെ മിക്സ്ചർ ബാക്കിയുണ്ടായിനി, അത് ഞാൻ ഈ ഒരു ബൗളിലേക്കും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ് ഞാൻ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നായിരുന്നു എടുത്തിട്ടുണ്ടായത്. അത്യാവശ്യം നല്ലോണം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഏതൊരു പുഡിങ്ങും തണുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഒരു പുഡിങ് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. മടുപ്പൊന്നും വരില്ല, അത്രയും നല്ല റിച്ച് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. ചില നല്ല നല്ല കമൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാ. എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയറും കൂടി ചെയ്യുക. ഇനിയും നല്ല വ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.